കേരളത്തിൽ വീണ്ടും ഒരു തുടർഭരണം വരികയാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി? സംശയമില്ലാതെ പറയാം, ഇന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായ സഖാവ് പിണറായി വിജയൻ തന്നെയായിരിക്കും. എന്നാൽ കോൺഗ്രസ് ആണ് അടുത്ത 5 വർഷം ഭരിക്കാൻ പോകുന്നതെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി? തീർച്ചയായിട്ടും ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം അതുതന്നെയാണ്. 3 പേരുകളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ 3 പേരുകൾ രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ, കെ സി വേണുഗോപാൽ, ഈ 3 പേരുകളാണ്. 3 പേരും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യോഗ്യതയുള്ളവരാണെന്ന് സംശയമില്ലാതെ പറയാം. എന്നാൽ ഒരാൾക്ക് മാത്രമേ ആ സ്ഥാനത്തേക്ക് വരാൻ കഴിയുകയുള്ളൂ. ഏതായാലും വരാൻ പോകുന്ന ദിവസങ്ങൾ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നതും, ഇലക്ഷൻ കഴിഞ്ഞ് ഇനി കോൺഗ്രസ് ആണ് ജയിക്കുന്നതെങ്കിൽ, ഭൂരിപക്ഷത്തോടു കൂടി കോൺഗ്രസ് ഭരണത്തിലേക്ക് വരികയാണെങ്കിൽ അതൊക്കെയും ഓരോ നിമിഷവും മാറിമറിയുന്ന വലിയ വലിയ ചർച്ചകളും വിഷയങ്ങളുമായി മാറും. ഏതായാലും ഇപ്പോൾ ഈ ഒരു പേജ് ഫോളോ ചെയ്ത് നമ്മളെ കാണുകയും കേൾക്കുകയും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്ന ലക്ഷക്കണക്കിനായിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, എല്ലാവർക്കും കൃത്യമായ രാഷ്ട്രീയ ചിന്തകളും അഭിപ്രായമുള്ളവരാണ്. നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ആദ്യം തന്നെ പറഞ്ഞു, തുടർഭരണമാണെങ്കിൽ ബഹുമാനപ്പെട്ട ഇന്നത്തെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ തന്നെയാണ്. എന്നാൽ കോൺഗ്രസ് ആണ് വരാൻ പോകുന്നതെങ്കിൽ ആരായിരിക്കണമെന്നാണ് നിങ്ങളുടെ ഒരു തുറന്ന കാഴ്ചപ്പാട്? ആരാണ് അതിൽ 3 പേരിൽ ഏറ്റവും യോഗ്യത, അല്ലെങ്കിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് എന്നുള്ളതാണ് നിങ്ങൾ? യോഗ്യതയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. 3 പേർക്കും അവരുടേതായിട്ടുള്ള എല്ലാ നിലയിലുമുള്ള നിലപാടുകളും യോഗ്യതകളും ഒക്കെ ഉള്ളവരാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് ആരെയാണ്, ആരുടെ പേരാണ് കോൺഗ്രസ് ആണെങ്കിൽ? അത് നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക.